അക്കാലത്ത് ഫിലിസ്ത്യർ നിരന്തരം രാജ്യത്തെ ആക്രമിച്ചിരുന്നു. ഇസ്രായേലിനെ പിടിച്ചടക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഫിലിസ്തീനിൽ അനേകം ബലവാന്മാരായ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. യോദ്ധാക്കളുടെ നേതാവിന്റെ പേര് ഗോലിയാത്ത്. ഗോലിയാത്തിന് 10 അടിയോളം ഉയരമുണ്ടായിരുന്നു. മറ്റുള്ളവർ അവന്റെ മുമ്പിൽ എലികളെ പോലെ തോന്നിച്ചു. ഇസ്രായേലിനും ഫിലിസ്തീനും മധ്യയുള്ള മലയിൽ കയറി നിന്നുകൊണ്ട് അവൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു. ഗോലിയാത്തിനോടുള്ള ഭയം കാരണം ഇസ്രായേലിൽ ഉള്ളവർ ആരും മുന്നോട്ട് വന്നില്ല. അവൻ 40 ദിവസത്തോളം ഇസ്രായേൽക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. ദാവീദിന്റെ സഹോദരന്മാരിൽ 3 പേർ ഇസ്രായേൽ പടയാളികളായി ഉണ്ടായിരുന്നു. ദാവീദിന്റെ അപ്പൻ തന്റെ മക്കളെ കുറിച്ച് ആകുലനായിരുന്നു. ഞങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. ദാവീദും ഗോലിയാത്തും. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കാൻ നീ ആരാണ്? എന്റെ മക്കൾ യുദ്ധത്തിന് പോയിട്ട് കുറെ ദിവസങ്ങളായി. അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം നീണ്ടു പോവുകയാണല്ലോ. എന്റെ മക്കൾക്ക് എന്തു പറ്റിയാവോ? നീ ഭയപ്പെടേണ്ട. ഇസ്രായേലിന്റെ ദൈവം അവരെ കാത്തുകൊള്ളും. എങ്കിലും നീ ഒരു കാര്യം ചെയ്യും. ദാവീദിനെ വിളിച്ചു വരുത്തി അതിർത്തിയിലേക്ക് വിടുക. അവൻ പോയി സഹോദരങ്ങളുടെ വിവരം അന്വേഷിച്ചു വരുത്തി. പോകുമ്പോൾ നല്ലൊരു മുട്ടനാടിനെ കറിവെച്ച് അവർക്ക് കൊടുത്തു വിടുക. എന്റെ മക്കൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി കാണും. ശരിയാണെന്നേ. ദാവീദ് സഹോദരന്മാരിൽ വെച്ച് ഏറ്റവും ഇളയവനായിരുന്നു. ബാലകനായ ദാവീദ് ഒരു ആട്ടിടയനും കൊട്ടാരത്തിൽ കിന്നരം വായിക്കുന്നവനുമായിരുന്നു. അപ്പൻ കൊടുത്തുവിട്ട ഭക്ഷണവുമായി ദാവീദ് യുദ്ധക്കളത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഭയന്ന് നടുങ്ങിയിരിക്കുന്ന തന്റെ സഹോദരന്മാരെയാണ് കണ്ടത്. അപ്പോഴാണ് അവൻ ഗോലിയാത്തിന്റെ ഗർജിക്കുന്ന വെല്ലുവിളി കേട്ടത്. ഇസ്രായേൽ ജനങ്ങളെ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ എത്ര നാളിങ്ങനെ കാത്തിരിക്കേണ്ടി വരും? എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ധൈര്യമുള്ള ആരുമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങളുടെ പുരുഷന്മാർ വെറും മാടുകൾ മാത്രമാണ്. ഈ മകൻ നമ്മയെല്ലാം വധിക്കുമെന്നാണ് തോന്നുന്നത്. അവനെ നേരിടാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ സൈന്യാധിപൻ പേടിച്ചിരിക്കുകയാണ്. ദോഷത്തെ പറയാതിരിക്കൂ. ചെങ്കടലിനു മധ്യേ വഴിയൊരുക്കിയ യാക്കോബിന്റെ ദൈവം നമ്മെ ഈ ശത്രുവിൽ നിന്നും രക്ഷിക്കും. ഇതാ ദാവീദ് നിങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് വന്നിരിക്കുന്നു. ജ്യേഷ്ഠ, എന്താണ് ഇവിടെ നടക്കുന്നത്? അയാളുടെ വെല്ലുവിളി നേരിടാനുള്ള ധൈര്യം ഇവിടെ ആർക്കുമില്ലേ? അവനോട് പോരാടി ജയിക്കാൻ നമുക്കാവില്ല. അവൻ നമ്മേക്കാൾ ബലവാനും അതിശക്തനുമാണ്. നമ്മൾ തോറ്റാൽ എന്നേക്കുമായി നമ്മുടെ രാജ്യം നഷ്ടപ്പെടും. അത് ശരിയല്ല. ആ മനുഷ്യൻ നമ്മുടെ രാജ്യത്തെയും രാജാവിനെയും നമ്മുടെ ദൈവത്തെയുമാണ് അപമാനിക്കുന്നത്. ഞാൻ അവനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കും. പ്രിയപ്പെട്ട അനിയ, നീ ധൈര്യശാലിയാണെങ്കിലും മണ്ടത്തരമാണ് പറയുന്നത്. നീ ഒരു യോദ്ധാവല്ല, വെറും ആട്ടിടയൻ. നീ കിന്നരവായനയിൽ സമർത്ഥനാണെങ്കിലും നിനക്ക് വാളെടുക്കാൻ അറിയില്ല. നീ ഒരു ബാലകനാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞാനിപ്പോൾ പോവുകയാണ്. പക്ഷേ ഞാൻ തിരിച്ചു വരും. രാജാവിൽ നിന്ന് അനുവാദം വാങ്ങി ഞാൻ ആ രാക്ഷസനോട് പോരാടി ജയിക്കും.
എന്റെ ദൈവം എന്നോടൊത്തുണ്ട്. ആ രാക്ഷസനെ ഞാൻ തോൽപ്പിക്കും. അതിനുള്ള ശക്തി എന്റെ ദൈവം തരും. രാജവിളംബരം. 7 ദിക്കിലും പേര് കേട്ട ഇസ്രായേലിന്റെ ശൗൽ മഹാരാജാവ് തിരുമനസ് വിളംബരം ചെയ്യുന്നതെന്നാൽ കാലങ്ങളായി നമ്മുടെ കൊച്ചുരാജ്യത്തെ ഫിലിസ്തീർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സർവശക്തനായ യഹോവയുടെ സഹായത്താൽ നമ്മൾ അവരെ പരാജയപ്പെടുത്തി ഓടിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഫിലിസ്തീർ നമ്മെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി അവരുടെ പുതിയ സൈന്യാധിപനായ ഗോലിയാത്ത് നമ്മുടെ യോദ്ധാക്കളെ ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് അവനുമായി യുദ്ധം ചെയ്യുവാൻ നമ്മുടെ രാജ്യത്തെ കരുത്തരായ യുവാക്കൾ മുൻപോട്ട് വരേണ്ടതാണ്. അവരുമായി പോരാടി വിജയം വരിക്കുന്നവൻ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നും അവനെ മഹാസമ്പത്ത് നൽകി ആദരിക്കുമെന്നും ഇതിനായി നാം പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ശൗൽ മഹാരാജാവോ നീണാൾ വാഴട്ടെ. കിന്നരം വായിക്കുന്ന ദാവീദ് അങ്ങയെ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. കടന്നു വരാൻ പറയൂ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. തിരുമനസേ, ഞാൻ ഗോലിയാത്തിനെ നേരിടാം. യുദ്ധകളത്തിലേക്ക് ചെന്ന് അവനെ തോൽപ്പിച്ച് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാം. എന്നെ അയച്ചാലും. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ നീ ഒരു ബാലനാണ്. നിനക്ക് യുദ്ധം ചെയ്യാനാവില്ല. എന്റെ വീരയോദ്ധാക്കൾക്ക് പോലും അവനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, നിന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ ഗോലിയാത്തിനെ ഭയപ്പെടുന്നില്ല മഹാരാജൻ. എന്റെ ദൈവം എപ്പോഴും എന്നെ രക്ഷിക്കുന്നു. ഞാനൊരു ആട്ടിടയനാണ്. എന്റെ ആടുകളെ ആക്രമിക്കാൻ വന്ന സിംഹങ്ങളെയും കരടികളെയും ഞാൻ കൊന്നിട്ടുണ്ട്. എന്റെ ദൈവം ഏതൊരു ശത്രുവിനെതിരെയും പോരാടി ജയിക്കാനുള്ള ശക്തി എനിക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മാനം രക്ഷിക്കാൻ എനിക്ക് ഒരു അവസരം തരും മഹാരാജൻ. നിന്റെ ധൈര്യം നമ്മെ അതിശയിപ്പിക്കുന്നു. ദൈവത്തിലുള്ള നിന്റെ അചഞ്ചലമായ വിശ്വാസവും രാജ്യസ്നേഹവും കണക്കിലെടുത്ത് ഗോലിയാത്തിനോട് പോരാടാൻ ഞാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. നന്ദി മഹാരാജൻ. ആ മല്ലനെ നേരിടുമ്പോൾ നീ വളരെ ശ്രദ്ധിക്കണം. എന്റെ പടച്ചട്ടയും വാളും ഞാൻ നിനക്ക് തരാം. അവ ധരിച്ചു വേണം നീ അവനുമായി യുദ്ധത്തിന് പോകാൻ. എന്റെ വാൾ ഒരിക്കലും എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല. ക്ഷമിക്കണം തിരുമനസേ. അങ്ങയുടെ പടച്ചട്ടയും വാളും ഭാരമേറിയതാണ്. എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും. എന്നെ പോകാൻ അനുവദിക്കൂ. ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദാവീദ് ബാലനായതുകൊണ്ട് സൈന്യത്തിൽ ചേരാൻ അവന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഒരു ധീരനായ യോദ്ധാവിന്റെ ധൈര്യം അവനുണ്ടായിരുന്നു. അവൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. എല്ലാ ആപത്തുകളിൽ നിന്നും ദൈവം അവനെ രക്ഷിച്ചിരുന്നു. ഗോലിയാത്തിനെ തോൽപ്പിക്കാനാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ദാവീദിന് നല്ല ഉന്നമുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ എല്ലായ്പ്പോഴും ഒരു കവടമുണ്ടായിരുന്നു. യുദ്ധക്കളത്തിലേക്ക് പോകാൻ ഒരു പുഴ കടന്നപ്പോൾ അവിടെ നിന്നും വെള്ളാരക്കല്ലുകൾ പെറുക്കിയിരുന്നു. അവ കയ്യിലുള്ള ഒരു പൊതിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ വെറും ഒരു കവണയുമായി ഗോലിയാത്തിനെ നേരിടാൻ യുദ്ധക്കളത്തിലെത്തി. അവൻ യുദ്ധക്കളത്തിലെത്തിയപ്പോൾ വീണ്ടും ഗോലിയാത്തിന്റെ മുഴങ്ങുന്ന വെല്ലുവിളി കേട്ടു. അല്ലയോ ഭീരുക്കളെ,
നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നേരിടാൻ ഒരു യോദ്ധാവില്ലേ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഓരോരുത്തരെയും കൊല്ലുന്നതായിരിക്കും. 40 ദിവസം കഴിഞ്ഞു. എന്റെ ക്ഷമയെ കൂടുതൽ പരീക്ഷിക്കരുത്. ഹേയ്, ഇങ്ങോട്ട് നോക്കൂ, ഞാൻ നിന്നെ നേരിടാൻ വന്നിരിക്കുന്നു. നീ നല്ല തമാശക്കാരനാണ് ബാലക. നീ ഓടിപ്പോകുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടി കൊല്ലും. ഇസ്രായേൽക്കാരെ, എന്നെ നേരിടാൻ നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു യോദ്ധാവില്ലേ? ഹേയ്, പമ്പര വിട്ടി, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിന്നെ പോരാടി തോൽപ്പിക്കും. കുറെ ദിവസങ്ങളായി നീ ഞങ്ങളുടെ രാജാവിനെയും രാജ്യത്തെയും അപമാനിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കാൻ നീ ആരാണ്? നിന്റെ ഒരു ദൈവം എന്റെ നേരെ വടിയും കവണയുമായി വരാൻ ഞാനൊരു പട്ടിയോ അതോ ഒരു പക്ഷിയോ? വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേലിലെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. വരൂ, വാ. കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഗോലിയാത്ത് വീണ്! ഗോലിയാത്ത് വീണ്! ദാവീദ് ഗോലിയാത്തിനെ കൊന്ന്! ദാവീദ് ഗോലിയാത്തിനെ കൊന്ന്! ജയ 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 ഹോ! ജയ 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 ഹോ! ജയ 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 ഹോ! അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും സർവശക്തനായ ദൈവം ജീവിക്കുന്നു, ഇന്നും എന്നും. ദൈവത്തിലും അവന്റെ വചനങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർ ജീവിത പ്രതിസന്ധികളാകുന്ന ഗോലിയാത്തിന്റെ മേൽ വിജയം വരിക്കുക തന്നെ ചെയ്യും, സുനിശ്ചിതം.